സി എം മടവൂരാണ് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ അത് ഏത് കുട്ടിക്കും അറിയണല്ലേ ഇപ്പൊ സി എം മടവൂരാണ് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ സങ്കടം എന്ന് പറയുന്നത് ഒരു മുജാഹിദ് പ്രവർത്തൻ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എത്തുന്നത് ഇങ്ങനെ കളവ് പറയാനുള്ള പരിശീലനം സിദ്ധിക്കുമ്പോഴാണ് എന്നറിഞ്ഞതുകൊണ്ടാണ്. അള്ളാഹു താല ഇവർക്കൊക്കെ മോചനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ കമന്റ് എഴുതിയത് എന്തായിരുന്നു? സി എം വലിയുല്ലാഹിയെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്തെന്ന് ചെറിയ കുട്ടിക്ക് പോലും ഇപ്പോൾ മനഃപ്പാഠമാണ്. എത്ര കൃത്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ പറയുന്നത് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് എന്നാണോ? അതല്ല, അത് അങ്ങനെ പറഞ്ഞതിന് വ്യാഖ്യാനം ലോകത്തുള്ള ചെറിയ കുട്ടികൾക്ക് പോലും അറിയും എന്നാണോ പറയണത്? ഈ പറഞ്ഞ വിഷയത്തെ അദ്ദേഹം നേരെ കോട്ടി മാറ്റിയിട്ട് ഞാനിവിടെ എന്റെ വാദപ്രകാരം സി എം വലിയിലാണ് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ആക്കി മാറ്റി. ഞാൻ പറഞ്ഞത് വ്യാഖ്യാനം എല്ലാവർക്കും അറിയാം. അതിന് അതിന്റേതായ അർത്ഥം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ ചോദിച്ചു, ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലല്ലാത്തതൊക്കെ എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത എല്ലാ ആളുകളുടെയും നിബിധങ്ങളുടെ അടക്കം കുത്തുബ് എന്നാണോ? അങ്ങനെയൊന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ആലമിലെ ഒരു കുത്തുബ്, ഈ ലോകത്തെ ഒരു കുത്തുബ് എന്നാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ് കുത്തുബ് സമാൻ എന്ന് പറഞ്ഞതിന്റെയും അർത്ഥം. ആലമിലെ ഒരു കുത്തുബ്, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുത്തുബാണെന്നോ അമ്പിയാക്കൾക്ക് കുത്തുബാണെന്നോ അല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഒരു യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഈ സാധുവിനെ പോലുള്ള പല മുജാഹിദ് പ്രവർത്തകന്മാരും മുജാഹിദുകളുടെ വ്യാഖ്യാനങ്ങൾ കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അവരുടെ തെറ്റിദ്ധരിപ്പിൽ പെട്ടുപോയതാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള സാധുക്കളായ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ പെട്ടുപോയതിൽ ഞാൻ അതിയായി ദുഃഖിക്കുകയും ചെയ്യുന്നു.